കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 1-ാം വാക്യം. സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് യെശയ്യാവെന്ന പ്രവാചകൻ പ്രവചിക്കുന്ന അനുഗ്രഹീത പ്രവചന ശബ്ദമാണ് അല്ലേ. ദൈവം സിയോനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വരുവോളം ഞാൻ എന്ത് ചെയ്യത്തില്ല, മിണ്ടാതിരിക്കുകയില്ല, ഞാൻ അടങ്ങിയിരിക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ, ഇത് ഇസ്രായേലിനെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണെങ്കിലും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ സിയോൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് പറയുകയാണ്, ഞാൻ അതിനെ തിരികെ കൊണ്ടുവരും. എങ്ങനെ? അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ ഞാനതിനെ ആക്കും. അതിൻ്റെ നീതി പ്രകാശം പോലെ അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന നാൾ വരെയും ഞാൻ മിണ്ടാതിരിക്കുകയില്ല, ഞാൻ അടങ്ങിയിരിക്കുകയില്ല. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം തലമുറ അല്ലേ. നമുക്കറിയാം, പ്രവാചക കാലഘട്ടം തന്നെ ഇസ്രായേൽ ജനം പ്രവാസ കാലഘട്ടത്തിൽ കിടക്കുമ്പോഴാണ് ബാബിലോണിയ പ്രവാസത്തിൽ 70 ആണ്ടുകളോളം ഇസ്രായേൽ ജനം കിടക്കുന്നുണ്ട്. ആ കാലങ്ങളിലൊക്കെയാണ് മിക്കവാറും പ്രവചനങ്ങളും വെളിപ്പെട്ടു വന്നത്. അതെല്ലാം അവരുടെ ഉദ്ധാരണം, അല്ലെങ്കിൽ അവരുടെ മടങ്ങി വരവ്, അവരുടെ യെരുശലേമിൻ്റെ പുനരുദ്ധാരണം, ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവരിക, അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ, അവരുടെ വിശ്വാസം തകർന്നു പോകാതെ, അവരുടെ പ്രതീക്ഷ കൈവിടാതെ, അവർ ദൈവത്തിൽ നിന്ന് അകലാതെ ഒക്കെ അവർ തിരികെ എത്തിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടെയാണ് ഈ പ്രവാചകന്മാർ ശക്തിയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടവന്നത് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ദൈവത്തിങ്കലേക്ക് നമ്മളെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ദൂതുകൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണുവോളം, ഒരു ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവോളം ദൈവം മൗനമായിരിക്കുകയില്ല, ദൈവം അടങ്ങിയിരിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രതീക്ഷയോടെ ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു മറുപടി വെളിപ്പെട്ടു വരുവോളം ദൈവം മൗനമായിരിക്കത്തില്ല, ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ശക്തനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം തുടർമാനമായി നിന്നിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ, നിലവിളി ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ, പ്രാർത്ഥന ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ. അങ്ങനെ വന്നാൽ വലിയ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. അതിനായിട്ട് സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.